ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം. വിദ്യാർത്ഥികൾക്ക് പഠനപുഷ്ടി ഉണ്ടാകും. ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകൾ എളുപ്പമുള്ളതായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടവും മികവും പുലർത്തുവാൻ പറ്റും. കായിക രംഗത്തുള്ളവർക്ക് ജോലിക്ക് സാധ്യത കാണുന്നു. നഷ്ടപ്പെട്ടു എന്ന് അനുമാനിച്ചിരുന്ന കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. വസ്തു സംബന്ധമായ പ്രശ്നങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാവും. തൊഴിൽ രംഗത്ത് മേന്മയും പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് ദൂരദേശത്ത് ഔദ്യോഗിക സ്ഥാനമാനം ലഭിക്കും. കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. വിവരസാങ്കേതിക രംഗത്ത് സ്ഥാനചലനമുണ്ടാവും. നിർമ്മാണ രംഗത്ത് സാമ്പത്തിക പ്രതിസന്ധി വരാതെ നോക്കുക. ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ മേന്മയുണ്ടാവും. ദോഷപരിഹാരമായി മഹാഗണപതിക്ക് അപ്പനിവേദ്യവും കറുകമാലയും നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്, കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതി. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും. ഉദ്യോഗാർത്ഥികൾക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല. തൊഴിൽ വിട്ട് പുതിയ തൊഴിൽ തേടാൻ അഭിനിവേശമുണ്ടാവും. മേലുദ്യോഗസ്ഥനുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. കർമ്മരംഗത്ത് സ്ഥായിയായ മാറ്റമുണ്ടാവും. ദൂരദേശത്ത് പുതിയ തൊഴിലവസരം വന്നു ചേരും. വിവാഹകാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാവും. വാഹന കൈമാറ്റത്തിലൂടെ നേട്ടം പ്രതീക്ഷിക്കാം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പഴയ പ്രൊജക്റ്റുകൾക്ക് പുതുജീവൻ നൽകാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് ഈ വാരം നേട്ടമുണ്ടാക്കാൻ പറ്റും. കായിക രംഗത്തുള്ളവർക്ക് ചെറിയ തടസ്സങ്ങളുണ്ടാകും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. മിഥുനക്കൂറ്, മകയിര അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യ 45 നാഴിക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ പറ്റും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകൾ എളുപ്പമുള്ളതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഈ ആഴ്ച ഉണ്ടാക്കാൻ പറ്റും. കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. സ്പോർട്സ് രംഗത്തുള്ളവർക്കും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും. ഇന്നേ വരെ പൂർത്തിയാക്കാതിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരം വന്നു ചേരും. ദൈവാധീനത്താൽ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാവും. സാങ്കേതിക സ്ഥാപനത്തിൽ പുതിയ പദവികൾ വന്നു ചേരും. കുടുംബ ബന്ധങ്ങൾ നേരെയാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ മേന്മയുണ്ടാവും. കുടിൽ വ്യവസായം മെച്ചപ്പെടും. ദൂരദേശത്ത് പുതിയ താമസ സ്ഥലം കണ്ടെത്തും. ദോഷപരിഹാരമായി മഹാവിഷ്ണുവിന് പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂറ്, പുണർദ അവസാന പാദം, പൂയം ആയില്യം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും. ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും. കലാരംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും. സ്പോർട്സ് രംഗത്തുള്ളവർക്കും ചെറിയ നേട്ടമുണ്ടാക്കാൻ പറ്റും. ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച ലാഭവിഹിതം കുറയും. ഇടപെട്ട് ശാരീരികമായും മാനസികമായും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. സന്താനങ്ങൾ വഴി അഭിവൃദ്ധി ഉണ്ടാവും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ പറ്റും. വിവരസാങ്കേതിക രംഗത്ത് കഴിവ് തെളിയിക്കുവാനും പറ്റും. തൊഴിൽ സംരംഭത്തിന് ബന്ധുക്കളുടെ സഹായം ലഭിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ അധികാര പദവിക്ക് യോഗം കാണുന്നു. ക്യാമ്പസ് ഇൻ്റർവ്യൂയിലൂടെ തൊഴിൽ നേട്ടമുണ്ടാവും. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിൽ നിന്ന് രക്ഷ നേടും. ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ അർച്ചനയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂറ്, മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ പറ്റും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകൾ എളുപ്പമുള്ളതായിരിക്കും. കലാരംഗത്തുള്ളവർക്ക് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും. സ്പോർട്സ് രംഗത്തുള്ളവർക്ക് കരുത്ത് തെളിയിക്കുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. കരാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയമുണ്ടാവും. പിരിച്ചുവിടൽ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടും.
ഗൃഹമാറ്റത്തിനുള്ള ഒരുക്കം പൂർത്തിയാവും. പുതിയ തൊഴിൽ സ്ഥാപനം കണ്ടെത്തും. ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ധനലാഭമുണ്ടാവും. പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ലാഭവിഹിതം കൂടും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ കൂവളമാലയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തിക്കൊള്ളുക. കന്നിക്കൂറ്. ഉത്ര അവസാന 45 നാഴിക, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്ന അലസത മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് ദൂരദേശയാത്ര ആവശ്യമായി വരും. കലാരംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റും. സ്പോർട്സ് രംഗത്തുള്ളവർക്ക് മികവ് തെളിയിക്കുവാനും സാധിക്കും. ബിസിനസ്സുകാർക്ക് ലാഭവിഹിതം കുറയും. ഭൂമി സംബന്ധമായും വാഹന സംബന്ധമായും പല പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടി വരും. മേലുദ്യോഗസ്ഥൻ്റെ കുതന്ത്രങ്ങൾക്ക് ഇരയാകാതെ നോക്കുക. കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. കായിക രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ ആദരിക്കപ്പെടും. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന ആശയഭിന്നത തീർക്കാൻ പറ്റും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. തുലാക്കൂറ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 45 നാഴിക. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും. കായിക രംഗത്തുള്ളവർക്ക് മേന്മേറിയ നേട്ടമുണ്ടാക്കാൻ പറ്റും. ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച ഗുണകരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തും. ഗൃഹനിർമ്മാണത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. തൊഴിൽ മേഖലയിൽ മാറ്റമുണ്ടാവും. റിയൽ എസ്റ്റേറ്റിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും. പഴയ കടബാധ്യതകളിൽ നിന്നും മുക്തി നേടും. കരാർ പണിയിൽ വിട്ടുവീഴ്ച നടത്തേണ്ടി വരും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ ത്രിമധുര നിവേദ്യവും തുളസിമാലയും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ്. വിശാഖ അവസാന പാദം, അനിഴം തൃക്കേട്ട. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും കൂടുതൽ തയ്യാറെടുപ്പോടെ ഹാജരാകുക. കലാരംഗത്തുള്ളവർക്ക് ഈ ആഴ്ച ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരും. സ്പോർട്സ് രംഗത്തുള്ളവർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും. ബിസിനസ്സുകാർക്ക് നേരിയ ലാഭം പ്രതീക്ഷിക്കാം. ധനമിടപാടുകളിൽ കുഴപ്പത്തിൽ പെട്ടുപോകാതെ ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് ചെറിയ നേട്ടം പ്രതീക്ഷിക്കാം. കൂട്ടു ബിസിനസ്സിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാവും. ദൂരദേശത്ത് ഉദ്യോഗലബ്ധി പ്രതീക്ഷിക്കാം. പൊതുരംഗത്തുള്ള പിന്തുണ കുറയും. കിട്ടാക്കടം തിരികെ ലഭിക്കുവാൻ സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കേണ്ടി വരും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അന്യദേശവാസം ആവശ്യമായി വരും. കായിക രംഗത്തുള്ളവർക്ക് ജോലിക്ക് സാധ്യത കാണുന്നു. കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാക്കുവാൻ പറ്റും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് കാലം അനുകൂലം. യാത്രകൾക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും. അംഗീകൃത ഉൽപ്പന്നങ്ങളുടെ ഏജൻസി ഇടപാടിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും. വിവാദങ്ങളിൽ വിജയമുണ്ടാവും. ഔദ്യോഗിക ചുമതലകളിൽ മാറ്റം പ്രതീക്ഷിക്കാം. ചിട്ടി ഇടപാടിൽ സാമ്പത്തിക നേട്ടമുണ്ടാവും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസവും അർച്ചനയും നടത്തിക്കൊള്ളുക. മകരക്കൂറ്. ഉത്രാടം അവസാന 45 നാഴിക, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി അന്യദേശവാസം ആവശ്യമായി വരും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. കലാരംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും. സ്പോർട്സ് രംഗത്തുള്ളവർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം കുറയും. സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗ സംബന്ധമായ പ്രതികൂലാവസ്ഥ സംജാതമാകും. വിവിധ മേഖലയിൽ തൊഴിൽ സാധ്യത ലഭിക്കുവാനും സാധ്യത. ഔദ്യോഗിക തലത്തിലുള്ള കുരുക്കുകളിൽ നിന്നും രക്ഷ നേടും. ഗൃഹനിർമ്മാണ ബാധ്യതകൾ വന്നു ചേരും. ഇലക്ട്രോണിക്സ് വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. യാത്രാരേഖകൾ നഷ്ടപ്പെടാതെ നോക്കുക.
വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ കറുകമാലയും അപ്പനിവേദ്യവും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ് അവിട്ട അവസാന പകുതി ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ 45 നാഴിക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കുറയും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ കുറയും. സ്പോർട്സ് രംഗത്തുള്ളവർക്ക് ചെറിയ നേട്ടമുണ്ടാവും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം കുറയും. അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും നിയമ നടപടി വരാതെ സൂക്ഷിക്കുക. ബന്ധുക്കളുടെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. തൊഴിൽ രംഗത്ത് ക്ലേശങ്ങൾ ഉണ്ടാവും. സന്താനങ്ങളുടെ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് ലഭിക്കും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യമുണ്ടാവും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ പറ്റും. കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. സ്പോർട്സ് രംഗത്തുള്ളവർക്കും മികവ് കാട്ടുവാൻ സാധിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച ഗുണകരമായിരിക്കും. ഉന്നത വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും. പൊതുരംഗത്തുള്ള എതിർപ്പുകൾ അവസാനിക്കും. കർമ്മരംഗത്ത് തടസ്സങ്ങൾ മാറിക്കിട്ടും. ഹോട്ടൽ മേഖലയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഇൻറ്റീരിയൽ ഡെക്കറേഷൻ ജോലികൾ ആദായകരമാകും. ദോഷപരിഹാരമായി നരസിംഹമൂർത്തിക്ക് തുളസിമാലയും പാനകനിവേദ്യവും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു.